ഹായ് ഫ്രണ്ട്സ്, മെക്ക് ആൻഡ് ടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലെ ഒരു മിനി ഫാൻ എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ഈ ഒരു മിനി ഫാൻ ഉണ്ടാക്കുന്നതിനായി ഇതുപോലെ 2 സമചതുരത്തിലുള്ള കാർഡ്ബോർഡ് പീസ് ആവശ്യമുണ്ട്. ഇതിൻ്റെ ഒരു വശം 12 സെൻറ്റിമീറ്റർ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരെണ്ണത്തിൽ ഞാനൊരു വൃത്തം വരച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഇവിടെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫാനിൻ്റെ റേഡിയസിനേക്കാൾ 1 സെൻറ്റിമീറ്റർ അധികം ഇട്ടാണ് ഈ ഒരു വൃത്തം വരച്ചിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ ഒരു വൃത്തം കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ലഭിക്കും. ഇനി നമുക്ക് കട്ട് ചെയ്യാത്ത കാർഡ്ബോർഡ് പീസിൻ്റെ മേളിൽ ഇപ്പം നമ്മൾ കട്ട് ചെയ്ത ആ ഒരു കാർഡ്ബോർഡ് പീസ് വച്ചിട്ട് ജസ്റ്റ് ഒരു പേന എടുത്ത് ആ ഒരു സർക്കിൾ ഒന്ന് മാർക്ക് ചെയ്യണം. അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ലഭിക്കും. ഇനി നമുക്കിതിൻ്റെ സെൻട്രലായിട്ട് 2 വര വരയ്ക്കണം. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇതുപോലെ ലഭിക്കും. ഇനി നമുക്ക് ഈ ഒരു പോർഷനും കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. അടുത്തതായിട്ട് ഇവിടെയായിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയിലും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റണം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. അടുത്തതായിട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത ആ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് ഇവിടെ ആയിട്ട് ഒരു സ്വിച്ച് വയ്ക്കണം. ഞാൻ ഈ സ്വിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഇവിടെ ഒരു ഹോളിട്ട് അതിലോട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കണം. അങ്ങനെ വയ്ക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. ഇനി നമുക്ക് മോട്ടറാണ് വയ്ക്കേണ്ടത്. അതിനായിട്ട് ഇതുപോലെ ഒരു 2 സെൻറ്റിമീറ്റർ വീതിക്ക് ശകലം കാർഡ്ബോർഡ് പീസ് എടുക്കണം. അതിനുശേഷം നിങ്ങൾ കാണുന്നത് പോലെ ജസ്റ്റ് അതിൻ്റെ പുറത്ത് വച്ച് ഒന്ന് ചുറ്റുക. എന്നിട്ട് ജസ്റ്റ് ഈ ഒരു പോർഷൻ ഗ്ലൂവോ ടേപ്പോ ഉപയോഗിച്ചൊന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഈ ഒരു വയർ പുറത്തേക്ക് എടുക്കുന്നതിനായിട്ടാണ്. ഇനി നമുക്ക് ഈ ഒരു മോട്ടർ ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ ശകലം ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ വച്ച് ഒട്ടിക്കുക. എന്നിട്ട് അത് നന്നായി ഉണങ്ങാൻ വയ്ക്കുക. ഇവിടെ നമ്മൾ ഈ 9 വോൾട്ട് ബാറ്ററിയാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ബാറ്ററി വയ്ക്കുന്നില്ല, ലാസ്റ്റാണ് വയ്ക്കുന്നത്. അതിനു മുമ്പ് നമ്മളിവിടെ ആ ബാറ്ററിയുടെ കണക്ടറാണ് കൊടുക്കുന്നത്. കണക്ടറിൻ്റെ ഒരു വയറും മോട്ടറിൻ്റെ ഒരു വയറും ആണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ ബോഡിയാണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 48 സെൻറ്റിമീറ്റർ നീളവും 12 സെൻറ്റിമീറ്റർ വീതിയിലും കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുന്നത് പോലെ 4 മടക്കി ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ഒട്ടിക്കാൻ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്. വേണമെങ്കിൽ ടാപ്പും ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. അടുത്തതായി നമുക്ക് ഒരു 27 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയിലും ഒരു കാർഡ്ബോർഡ് പീസ് ആവശ്യമുണ്ട്. ഇത് ഇതുപോലെ റൗണ്ട് ഷേപ്പിനാക്കി ഇവിടെയായിട്ട് ഒട്ടിച്ചു വയ്ക്കണം. അങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാകും. ഇനി നമുക്ക് ഈ ഒരു റെഡ് വയറും ഈ ഒരു വൈറ്റ് വയറും നമ്മുടെ സ്വിച്ചിൽ കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കാണാൻ ഇതുപോലെ ഉണ്ടാകും. അടുത്തതായി നമുക്ക് ഈ ഒരു കണക്ടർ അകത്ത് വച്ചതിന് ശേഷം ഈ ഒരു ബോക്സ് ഒട്ടിച്ചെടുക്കാം.
ഞാൻ ഫെവിക്കോളാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഇവിടെ ടാപ്പ് കൊടുത്തിരിക്കുന്നത് അല്പം സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. ആ ഫെവിക്കോള് നന്നായി ഒട്ടിയതിന് ശേഷം നമുക്ക് ടാപ്പ് അളക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ കണക്ടറിൽ നമ്മുടെ ആ ഒരു ബാറ്ററി ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ബാറ്ററി നമ്മളുടെ ആ ഒരു ഹോൾ വഴി താഴേക്ക് ഇറക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് ഉപയോഗിച്ച് ഇത് അടച്ചു വയ്ക്കാവുന്നതാണ്. ബാറ്ററി ഊരാനും ഇടാനും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ ആ ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം.